ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ തൊട്ട അയൽരാജ്യമായ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ആയിട്ടുള്ള ചൈന വാർത്തയാണിത്. ചൈനയിൽ എന്തൊക്കെയോ നമ്മൾ നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അതായത് ജിൻപിങ് ഇപ്രാവശ്യത്തെ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല, പുടിനും പങ്കെടുത്തില്ല. പിന്നെ അപ്പം ഈ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ചൈനയിൽ അദ്ദേഹത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉയർന്നു വരുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭരണതലപ്പത്തിൽ നിന്ന് മാറ്റാനുള്ള ചില നിഗൂഢ നീക്കങ്ങൾ ഒക്കെ തന്നെ ചൈനയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചില റിപ്പോർട്ടുകളുടെ ഊഹാപോഹങ്ങൾ പറയുന്നതല്ല. കൃത്യമായിട്ടുള്ള വിവരണം നമുക്ക് ലഭ്യമല്ല. കാരണം നമുക്കറിയാം, ചൈനയിലായതുകൊണ്ട് ചൈനയിലെ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഈ മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കാരണം അവിടെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ രീതിയിൽ ചൈനയെക്കുറിച്ച് അറിയേണ്ടാത്ത കാര്യങ്ങൾ ലോകത്തിന് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള സപ്രഷനും റിപ്രഷനും മീഡിയ സെൻസറിങ്ങും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് വ്യാപകമായിട്ട് നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ചൈനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ റൂമർ ഇങ്ങനെ പരക്കുന്നുണ്ട്. കാരണം ഷീയുടെ ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ച്, അതായത് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിൽ 24 മെമ്പേഴ്സുള്ള മീറ്റിങ്ങിൽ ഷീയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പിന്നെ അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഷീയെ ഭരണത്തിൽ നിന്ന് മാറ്റാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ചു നാളായിട്ട് ചൈനയെക്കുറിച്ച് നമ്മൾ ഷീ ജിൻപിങ്ങിനെ കുറിച്ചുള്ള 2022 ഒക്കെ തന്നെ ഇങ്ങനെ കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റം, അല്ലെങ്കിൽ കുറച്ചുനാൾ കാണാതായിരിക്കുക, അല്ലെങ്കിൽ കാണാതാകുന്നില്ല എന്നൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും പല രാജ്യത്തുള്ള മീഡിയകൾ ഈ റൂമേഴ്സ് അല്ലെങ്കിൽ ഗോസിപ്പുകൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റിലാണ്, അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ ഒരു അഭാവം പൊതുമണ്ഡലത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ചില നിഗൂഢ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടുകളുടെ തലക്കെട്ടുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിൻപിങ് അജ്ഞാതവാസത്തിലോ അധികാരത്തിൽ നിന്ന് പുറത്തേക്കോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് നമുക്കറിയില്ല കൃത്യമായിട്ട്. ഇതൊരു റൂമർ മാത്രമാണ് ഇപ്പോൾ. റൂമർ എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രെഡിബിൾ അല്ലാത്ത ചില വാർത്തകൾ മാത്രമാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ചൈന ആയതുകൊണ്ട് ചൈനയ്ക്കകത്തെ, പ്രത്യേകിച്ച് ചൈനയുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഒട്ടുമേ അറിയാനുള്ള സാധ്യതകളില്ല. അപ്പോൾ തായ്വാനെ അദ്ദേഹം ചൈനയോട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി, ബലമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കുറേ നാളായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജിൻപിങ് വന്നതിന് ശേഷമാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ചില, എന്താണ് പറയുന്നത്, ഈ ഈ ഷോ ഓഫ് ഫോഴ്സ് അല്ലേ, ശക്തിയുടെ ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം അ- അതിനുവേണ്ടി ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു തൈവാനെ ചൈനയോട് പിന്നെ മാർജ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചൈനയുടെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന സോഷ്യൽ മണ്ഡലത്തിലും അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് എന്നൊക്കെ പറയാം. നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട്. പക്ഷേ പൊതുവെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണോ, അദ്ദേഹത്തെ മാറ്റിയോ, അധികാരത്തിൽ നിന്ന് മാറ്റിയോ, അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണോ, അജ്ഞാതവാസത്തിലാണോ എന്നൊക്കെ പറഞ്ഞാണ് ഓരോ റിപ്പോർട്ടുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാവോയുടെ കാലത്തിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവായിട്ട് പിന്നെ അറിയപ്പെട്ടിരുന്നതും അല്ലെങ്കിൽ ശക്തനായി മാറിയ നേതാവുമാണ് ജിൻപിങ്. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ മുമ്പ് നടന്ന ഈ ബ്രിക്സ്, അതായത് ബ്രസീലിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ നിന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. കാരണം ഈ ബ്രിക്സിൻ്റെ സമ്മേളനത്തിൽ ചൈനയുടെ പ്രസിഡന്റ് പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ബ്രിക്സിൻ്റെ ഏറ്റവും പില്ലാർ എന്ന് പറയുന്നത് റഷ്യയും ചൈനയും തന്നെയാണ്. അപ്പോൾ റഷ്യയും ചൈനയുടെയും അധികാരികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നേതാക്കൾ, ഈ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഈ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പൊതുവെ മാധ്യമങ്ങൾ, ഈ ഇത്തരം വാർത്തകൾ ഉറ്റുനോക്കുന്ന മാധ്യമങ്ങൾ, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് നമുക്ക് അല്പം കൂടെ
ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ച് നമുക്ക് അത്രയും ട്രാൻസ്പെറൻസി, സുതാര്യത നമുക്ക് ആർക്കും തന്നെ ലോകത്തിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അധികാരവുമായി ബന്ധപ്പെട്ട അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇപ്പം ഇന്ത്യയിലൊക്കെ നമുക്കറിയാം, ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ലോകം മൊത്തം അറിയും എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇവിടുത്തെ മീഡിയാസിനൊന്നും യാതൊരു സെൻസറിങ് ഒന്നുമില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആയില്ല, മീഡിയ ഫ്രീഡം എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങൾ ലോകത്തിന് അറിയാൻ വേണ്ടി അധികം കാലതാമസമില്ല. പക്ഷേ ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം അങ്ങനൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ബ്രിക്സ് രാജ്യങ്ങളുടെ നിർണായക യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് മീഡിയ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിൽ എന്തൊക്കെയോ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം പൊതു പരിപാടികളൊന്നും തന്നെ സജീവമല്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അഥവാ അത് ശരിയാണെങ്കിൽ തന്നെയും, അങ്ങനൊരു വാർത്ത ശരിയാണെങ്കിൽ തന്നെയും, അദ്ദേഹം പങ്കെടുക്കുന്നില്ലെങ്കിൽ തന്നെയും അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കും, നമുക്കറിയത്തില്ല. വ്യക്തിപരം എന്ന് പറയുമ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ച് വ്യക്തിപരം എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം അവരുടെ അധികാരം രാഷ്ട്രീയമായിട്ട്, ഇപ്പം ഇന്ത്യ പോലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുകളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും, ഇല്ലേ? അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കും. മറ്റു കാരണങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് പൊതു പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. ഇപ്പം ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രി എന്ന് നെഹ്റു മുതലുള്ള ഏത് പ്രധാനമന്ത്രി ആയാലും ശരി, ഇല്ലേ, ആര് തന്നെ പുറത്തു പോയി കഴിഞ്ഞാലും അവരുടെ തിരിച്ചു വരുമ്പോൾ അവരുടെ ഭരണം നഷ്ടപ്പെടും എന്നുള്ള യാതൊരു ഭീതിയും നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ, ഈവൻ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ്, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊന്നും അങ്ങനെയുള്ള ഭയങ്ങളോ ആശങ്കകളൊന്നും ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭയമോ ആശങ്കയൊക്കെ ഉണ്ടാകുന്ന പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കൾക്കാണ് തിരിച്ചു വരുമ്പോൾ, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് കസര നഷ്ടപ്പെടുമെന്നുള്ള ഭയവും ആശങ്കയും ഉണ്ടാകുന്നത് ഇതുപോലുള്ള രാജ്യങ്ങളിലെ നേതാക്കൾക്കാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് തന്നെ ആയാലും ശരി, അവർക്ക് അങ്ങനെയുള്ള ഭയത്തിൻ്റെ അല്ലെങ്കിൽ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നത് ഇലക്ഷനിൽ കൂടെ മാത്രമോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടി തീരുമാനമെടുത്തിട്ട് അത് സുതാര്യമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ട് അവരെ ഈ പറഞ്ഞ തലപ്പത്തുനിന്ന് മാറ്റുകയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരും അധികാര ഭ്രഷ്ടനാക്കുക, നമ്മൾ ഈ അട്ടിമറിയിൽ കൂടെ ഉള്ള അധികാര ഭ്രഷ്ടൊന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈവൻ അമേരിക്ക പോലുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലൊന്നും തന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും കൃത്യമായിട്ടുള്ള വിവരണങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഫലമോ പവർ സ്ട്രഗിളിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് മാറ്റിയോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പൊതുമണ്ഡലത്തിലേക്ക് അത്തരം വാർത്തകളോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല. ആജീവനാന്ത പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം അവരുടെ ചൈനീസ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനകത്തിലൊക്കെ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ആജീവനാന്ത പ്രസിഡന്റ് എന്നാണ് പാശ്ചാത്യ വെസ്റ്റേൺ മീഡിയാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, ചൈനയ്ക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പം പ്രസിഡന്റുമാർ 5 വർഷം വീതം 2 വട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ചൈനയുടെ നിയമം അനുസരിച്ച് അത് വിരമിക്കണമെന്നാണ്. പക്ഷേ ഇദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം ആ നിയമമൊക്കെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കുകയും ചെയ്തെന്ന് നമ്മൾ പറയുകയും ചെയ്തത്. അപ്പോൾ എല്ലാം ചൈനയുടെ മൊത്തവും അധികാര കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഷിയുടെ സർവാധിപത്യത്തിലാണ് ആയിത്തീർന്നു എന്നുള്ളൊരു അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു. എന്നും പറഞ്ഞ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ആ രാജ്യത്തൊന്നും ഉണ്ടാകത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ പിന്നെ ശക്തരായിട്ടുള്ള ഏകാധിപതികളൊക്കെ തന്നെ സ്ഥാനഭ്രഷ്ടരാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഭരണത്തിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ലോകത്തിൽ നമുക്ക് മോഡേൺ വേൾഡിൽ തന്നെ ഉണ്ടല്ലേ. ഇപ്പം ഹിറ്റ്ലർ മുതൽ നമ്മൾ ഇങ്ങോട്ട് ആ കാലഘട്ടം, അല്ലെങ്കിൽ 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം മുതലുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങളിലായിട്ട് പല നേതാക്കൾ പല കാലഘട്ടത്തിൽ വളരെ ശക്തരായിരുന്നു. അവർ എന്താണ് പറയുന്നത്, അവരെ തൊടാൻ കഴിയത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരെ നമുക്ക് ഉണ്ടായിരുന്നിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഭരണം നഷ്ടപ്പെടുകയും ഒന്നുകിൽ അവരെ കാരാഗൃഹത്തിലടയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ അവർക്ക് ജീവഹാനി സംഭവിക്കുകയോ ഒക്കെ തന്നെ ചെയ്ത കാഴ്ചകളോ അല്ലെങ്കിൽ ചരിത്രങ്ങളോ ഒക്കെ നമുക്ക് മുമ്പിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയിലും അതൊക്കെ സാധ്യമാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. ആരും പിന്നെ സർവാധിപതി ആണെങ്കിൽ തന്നെയും
അല്ലെങ്കിൽ ഏകാധിപതി ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റെതായിട്ടുള്ള പരിമിതികൾ എല്ലാവർക്കും ഉണ്ട്. അത് ഷീക്കുണ്ട്, ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം എതിർശബ്ദം അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെയൊക്കെ എതിർശബ്ദം ആ, ഉണ്ടാക്കുന്നവരെ ജയിലിലടയ്ക്കുകയും അതുപോലെ തന്നെ അധികാരത്തിലുള്ളവരാണെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഷീ ജിൻപിങ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചൈനീസ് പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള എതിർപ്പുകളും ആ, പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തന്നെ ഇല്ലേ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഏകദേശം 13 വർഷമായിട്ട് ചൈനയുടെ ഏകാധിപതിയായിട്ട് പിന്നെ അധികാരത്തിൻ്റെ എല്ലാ പ്രിവിലേജസും ആസ്വദിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ചൈനയെയും വലിയൊരു പവറാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയും കൂടെയാണ് ഷീ ജിൻപിങ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ചൈന നിലനിൽക്കുകയാണ്. പക്ഷേ കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ തന്നെ ഒത്തിരി കുറവുകളും ഇടിവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് നമുക്കറിയാം, ഏതൊരു രാജ്യത്തിൻ്റെ നേതാവിനെയും ദുർബലപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ബലഹീനനാക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ കൂടുതൽ ശക്തരാക്കുവാനും സംഘടിതരാക്കുവാനും ഒക്കെ തന്നെ ഒരു സാധ്യത തെളിയിക്കുകയും ചെയ്യും. അത് ഏത് രാജ്യത്തായാലും എവിടെ ആയാലും അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളതാണ്. അപ്പോൾ ഈ ജൂൺ 30-ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ സമ്മേളിക്കുകയും പിന്നെ ചില നിർണായക തീരുമാനങ്ങൾ അവരെടുത്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ പുറത്തു വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് നമുക്കറിയില്ല ഇപ്പോഴും. എന്താണ് അവരുടെ തീരുമാനങ്ങൾ, ഷീ ഭരണത്തിലുണ്ടോ, ഷീയെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അധികാര കൈമാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഇൻഫർമേഷൻ കൃത്യമല്ല, അല്ലെങ്കിൽ ലോകത്തിന് എന്താണ് പറയുക, ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. വളരെ ചില സൂചനകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചില റൂമേഴ്സ് അല്ലെങ്കിൽ ഗോസിപ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് നേരത്തെ മുതലേ കേട്ടു തുടങ്ങുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു മീഡിയ പ്രൊപ്പഗണ്ട ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പിന്നെ ചൈനയ്ക്കകത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളും പാശ്ചാത്യ മാധ്യമങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുമിച്ച് ഇരുന്നുകൊണ്ടുള്ള ചിലപ്പോൾ ഒരു പ്രൊപ്പഗണ്ട ആയിരിക്കാം, നമുക്കറിയത്തില്ല. അങ്ങനെ സംഭവിക്കാം. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ള ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കോവിഡിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ സാമ്പത്തിക ശക്തിക്ക് ക്ഷയം സംഭവിക്കാൻ തുടങ്ങിയത്. സാമ്പത്തിക വളർച്ച കുറഞ്ഞതും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയൊക്കെ വർദ്ധിച്ചതും, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഈ രണ്ടാമത്തെ വരവോടുകൂടി അദ്ദേഹം ഏർപ്പെടുത്തിയ ഈ ടാരിഫ് തീരുവ യുദ്ധത്തിലും ചൈനയ്ക്ക് സാരമായ പരിക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു നേതാവിൻ്റെ, ഒരു ലീഡറിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന, ബലഹീനപ്പെടുത്തുന്ന, ദുർബലപ്പെടുത്തുന്ന രീതികളായിരിക്കും. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പം ഏതൊരു രാജ്യത്തെയും പൊളിറ്റിക്കൽ ലീഡറിന് അല്ലെങ്കിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റിന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ വഴിതെളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, സ്ട്രാറ്റജിക് അല്ലാത്ത, ടാക്റ്റിക്കലായിട്ടുള്ള, ഓപ്പറേഷനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നുള്ള വാദം ഒരു ഭാഗത്തുണ്ട്. ഇതൊക്കെ വെറും എന്താണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല, ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമുക്ക് ഇതിനെയൊക്കെ എന്താണ് പറയുന്നത്, വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മുഖവിലക്കടിക്കാനും നമുക്ക് സാധിക്കത്തില്ല. ഒരു കാര്യം സംഭവിച്ച് അവിടുന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം. ഇൻ ബിറ്റ്വീനുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല ഇപ്പോഴും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെയും ഓരോ മീഡിയാസിൻ്റെയും അദ്ദേഹത്തിനോട് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള മീഡിയകൾ പടച്ചിറക്കുന്ന ചില റൂമേഴ്സ് അല്ലെങ്കിൽ ചില ഊഹാപോഹങ്ങൾ എന്താണ് പറയുന്നത്, അത് ചില ഹൈപ്പോത്തിക്കേഷൻ മാത്രമാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ തായ്വാനെ ബലമായി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചൈന ശക്തമായിട്ടുള്ള ഷോ ഓഫ് ഫോഴ്സ്, ശക്തിപ്രകടനം നടത്തുന്നുണ്ട്. പണ്ടെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ശക്തിപ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഈ പറഞ്ഞ സൗത്ത് ചൈന സീയിലും അല്ലെങ്കിൽ ഇൻഡോ പസഫിക് ഓഷ്യനിലൊക്കെ തന്നെ ചൈനയ്ക്കെതിരെ അമേരിക്ക
പിന്നെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നുള്ളൊരു സംശയമോ അല്ലെങ്കിൽ ഒരു പ്രകൃതിയൊക്കെ ചൈനയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചൈന ഈ പറഞ്ഞ ഷോ ഓഫ് ഫോഴ്സ് നടത്തുന്നുണ്ട് ഒത്തിരി കാലമായിട്ട്. പ്രത്യേകിച്ച് ഷീ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു പിന്നെ ചൈനയിൽ നിന്നുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പുറമോട്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഷീക്ക് മുമ്പുള്ള ലീഡേഴ്സിൻ്റെ കാലത്തൊന്നും ഇത്രയും ഉള്ള വലിയൊരു ഷോ ഓഫ് ഫോഴ്സ് ഒന്നും ഇല്ല. അവർ തായ്വാൻ അവരുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഒരു മിലിറ്ററി ഷോ ഓഫ് ഫോഴ്സ് ഒന്നും ഈ ഷീക്ക് മുമ്പുള്ള നേതാക്കളുടെ സമയത്തൊന്നും ചൈനയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഈ പറഞ്ഞ ഷീ ജിൻപിങ്ങിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു റിട്രീറ്റ് എന്നൊക്കെ പുറമോട്ട് മാറി നിൽക്കുന്ന ഈ ഒരു തന്ത്രം ആണ്. അപ്പോൾ തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് നിശബ്ദമായിട്ട് ഇപ്പോൾ നിൽക്കുന്നതൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇതിനകത്തിലെ ശരിതെറ്റുകൾ നമുക്കറിയത്തില്ല, കൃത്യമായിട്ടുള്ള വിവരങ്ങളിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് നമുക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചൈന ആയതുകൊണ്ട് ചൈനയിൽ നിന്ന് കാരണം ആർക്കും തന്നെ ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തേക്ക് വിടുവാൻ സാധിക്കത്തില്ല. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസർഷിപ്പ് അവിടെ ഉണ്ട്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വ്യാപകമായി ഫേസ്ബുക്കും ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ചൈനയിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം ഗവൺമെൻറ് ഒന്നുകിൽ നിർത്തലാക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അവരുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ചാനൽസ് ഒക്കെ തന്നെയുള്ളൂ. അതൊക്കെ കൃത്യമായിട്ടുള്ള സെൻസറിങ്ങും സർവലൻസും ഒക്കെ തന്നെ അതിലുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വാർത്തകൾ പൊതുവെ എന്നുവെച്ചാൽ അവരുടെ ഗവൺമെൻറ്റിന് പ്രതി പ്രതികൂലമായിട്ടുള്ള പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന നേതാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള വാർത്തകളൊന്നും തന്നെ, അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ചൈനയ്ക്ക് വെളിയിലേക്ക് പോകുവാൻ ചൈനീസ് ഗവൺമെൻറ് വളരെ ശ്രദ്ധാപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യവും കൃത്യമായിട്ടുള്ള വിവരം ഇതിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തൊക്കെ അവിടെ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്മോക്സ് നമുക്ക് കാണാൻ സാധിക്കും, ഒരു പുക നമുക്ക് അവിടെ നിന്ന് കാണാം, എന്തൊക്കെ കത്തിപ്പുകയുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പൊതുവെ എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഷീയുടെ ഈ ബ്രിക്സ് സമ്മേളനത്തിലുള്ള ആബ്സൻസ് ഒക്കെ തന്നെയാണ്. കാരണം ബ്രിക്സിലൊന്നും ഒരിക്കലും ചൈനയുടെ ഒരു ടോപ്പ് ലീഡർ പോകാതിരിക്കത്തില്ല ഒരിക്കലും. കാരണം ചൈനയെ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഈ അമേരിക്കയ്ക്കെതിരെ ഉള്ള അവരുടെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ബ്രിക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ബ്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രിക്സിൻ്റെ ആനുവൽ വാർഷിക സമ്മേളനത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള വാർഷിക സമ്മേളനത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും അതിനകത്തിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് 5 പ്രധാനപ്പെട്ട ഫൗണ്ടിങ് മെമ്പേഴ്സായിട്ടുള്ള ഇന്ത്യ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഈ 5 രാജ്യങ്ങളുടെയും ഹെഡ് ഓഫ് സ്റ്റേറ്റാണ് സാധാരണ പങ്കെടുക്കാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പങ്കെടുക്കത്തില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കാരണം കാണുമെന്നുള്ള. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്തായിരുന്നു ബ്രിക്സ് സമ്മേളനം നടക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരിക്കലും അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അത് ലോകത്തിനെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെമോക്രാറ്റിക്കായിട്ട് റൺ ചെയ്യുന്ന രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇപ്പം മറ്റ് ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ലോകത്തിന് അറിയാവുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാരണങ്ങളാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ബ്രിക്സ് സമ്മേളനത്തിൽ ഷീ ജിൻപിങ് അറ്റൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ സർക്കാരിൻ്റെ തലത്തിൽ നിന്നുമില്ല, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ തലത്തിൽ നിന്നുമില്ല, മറ്റ് യാതൊരു റെസ്പോൺസിബിളായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നുമില്ല. മീഡിയ റിപ്പോർട്ടുകൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ലഭിക്കത്തില്ല കൃത്യമായിട്ട്. ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം അവിടെ സംതിങ് ഈസ് റോട്ടൺ ഇല്ലേ സംവെയർ എന്നുള്ളത് നമുക്ക് ഒരു തൽക്കാലം നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ, പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആഗ്രഹിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഷീ ജിൻപിങ് വന്നു കഴിഞ്ഞാലും മറ്റൊരു നേതാവ് വന്നു കഴിഞ്ഞാലും ചൈനയുടെ ഒഫീഷ്യൽ പോളിസിക്കൊന്നും വലിയ ഇന്ത്യയോടുള്ള സമീപനത്തിലോ അല്ലെങ്കിൽ പാകിസ്ഥാനുള്ള സമീപനത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഷീ ജിൻപിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ചില നേതാക്കൾ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും, ചില നേതാക്കൾ കൂടുതൽ അഗ്രസീവ് അല്ലായിരിക്കും, ചില നേതാക്കൾ കൂടുതൽ പീസ്ഫുൾ നെയ്ബർഹുഡിനായിരിക്കും ആഗ്രഹിക്കുന്നത്, ചൈനയെ തന്നെ ആയാലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഒന്നുകൂടെ നമുക്ക് ഒരു എന്താണ് പറയുന്നത്
ഒരിടം കിട്ടും നമുക്ക്. ഇപ്പം ചൈനയോടുള്ള ഡയലോഗ്സിനും അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഭാഷണ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ആ ഒരു ഡയലോഗ്സിനൊക്കെ ചർച്ചകൾക്കൊക്കെ തന്നെ നമുക്കൊരു ഈസി സ്പേസ് അല്ലെങ്കിൽ റിലീഫ് കിട്ടും നമുക്ക് സ്പേസിലൊക്കെ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഒഫീഷ്യൽ പോളിസിക്കൊന്നും വലിയ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം സംസാരിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.